പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് പയ്യോളിയിൽ വയോധിക ദേഹത്ത് തീ കൊളുത്തി മരിച്ചു. സേവാനഗർ സ്വദേശി ജാനുവാണ് മരിച്ചത്. വീടിന് മുന്നിൽ വെച്ച് ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തീ പടരുന്നത് കണ്ട അയൽവാസികളാണ് വീട്ടിലുള്ളവരെ വിവരമറിയിച്ചത്. ജാനു മാനസികാസ്വാസ്ഥ്യം നേരിടുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. അഭിജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, നേരത്തെയും ഈ ജാനു ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ആ സമയത്ത് അത് തടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ അവിടെ, അഭിജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. മുൻപ് ഇങ്ങനെ ഒരു ശ്രമം ജാനുവിൽ നിന്നുണ്ടായോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ജാനുവിന് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ഇന്ന് രാവിലെ പുലർച്ചെ ഏതാണ്ട് 5:30 മണി സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീട്ടിലെ മറ്റു ബന്ധുക്കളൊക്കെ ഉറങ്ങിക്കിടന്ന സമയം ജാനു വീടിന് പുറത്തേക്ക് ഇറങ്ങി വരികയും ശേഷം കയ്യിലുണ്ടായിരുന്ന മണ്ണെണ്ണ അത് ദേഹത്തെ കൊഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വീടിന് സമീപത്തെ വിറകുപുരയോട് ചേർന്നാണ് ജാനുവിന്റെ പൊള്ളലേറ്റ നിലയിലുള്ള മൃതദേഹം കാണുന്നത്. സമീപവാസികൾ തീ പടരുന്നത് കാണുകയും തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയുമായിരുന്നു. വീട്ടുകാരാണ് പിന്നീട് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം നിലവിൽ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ കഴിയേണ്ടതുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിൽ ഒരു അവ്യക്തത ഇപ്പോഴുമുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ജാനുവിന് ചില മാനസിക അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.